പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ജീസസ് ടിമിനസ് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ജീസസ് ടിമിനസ് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാത്തതെന്നാണ് ഇപ്പോൾ ആരാധകർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ധാരാളം പേർ എന്തുകൊണ്ടാണ് ജീസസ് കളിക്കാത്തത് എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ജീസസിന് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് കളിക്കാതിരുന്നത്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? എന്നാൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വീക്ഷിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഇത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല. നമ്മുടെ ചാനൽ 10Kയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലിൽ നിന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ജീസസ് ടിമിനസ് ഇപ്പോൾ കളിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മാർക്കസ് മർഗുലാവോയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഒരു ആരാധകന്റെ ചോദ്യത്തിനായിരുന്നു മാർക്കസ് മർഗുലാവോ ഇപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. ജീസസ് ടിമിനസിന് എന്താണ് സംഭവിച്ചത് എന്നതായിരുന്നു ആരാധകന്റെ ചോദ്യം. എന്നാൽ മാർക്കസ് അതിന് പറഞ്ഞത് അദ്ദേഹത്തിന് ശനിയാഴ്ച നടന്ന ട്രെയിനിങ് സെഷനിൽ വെച്ച് പരിക്കേറ്റിരുന്നു. താരത്തിൻ്റെ MRI സ്കാനിങ് ഇതുവരെ നടന്നിട്ടില്ല. അത് നടന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും MRI സ്കാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ടോ ജീസസ് എടുക്കുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം മാത്രമേ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പരിക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹം വേഗം തന്നെ കളിക്കളത്തിലേക്ക് തിരികെ എത്തട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. ഇന്നലെ ജീസസ് ടിമിനസിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ 11-ൽ ഇറങ്ങിയത് ക്വാമെ പെപ്രയായിരുന്നു. ഭേദപ്പെട്ട പ്രകടനം തന്നെ പെപ്രയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജീസസ് ടിമിനസ് ഉടൻ തന്നെ പരിക്ക് മാറി തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.